നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. സിദ്ധികൾ പൂത്താൽ, സൗവർണ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സുരഭിയ ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാവട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ, ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമിനരുടെ കൈകളിലങ്ങിയിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. മാവേലിക്കര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSൻ്റെ ഒരു യൂണിറ്റ് അനുവദിച്ച് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം NSS എന്ന് പറയുന്ന ആ സംവിധാനത്തിലൂടെ കടന്നു വരുന്ന കുട്ടികൾക്ക് അവരുടെ മാനസികമായ അവസ്ഥയിലുണ്ടാകുന്ന മാറ്റം അത് വളരെ അധികം അവരെ മാത്രമല്ല സമൂഹത്തിനും ഒട്ടേറെ ഗുണപ്രദമാകുന്നതാണ്. NSSൻ്റെ മോട്ടോ തന്നെ നോട്ട് മീ ബട്ട് ടു യു എന്നാണ്. സമൂഹത്തിൽ തങ്ങളെക്കൊണ്ട് കഴിയുന്ന എല്ലാ സേവനങ്ങളും ചെയ്യാൻ പ്രാപ്തരാക്കുക, സേവന സന്നദ്ധത ചെറുപ്പത്തിലെ കുട്ടികൾ വളർത്തുക, ഇതൊക്കെയാണ് NSSൻ്റെ ലക്ഷ്യം. ഏതായാലും നമ്മുടെ സ്കൂളിന് ഇതൊരു അഭിമാനത്തിൻ്റെ നിമിഷമാണ്. എല്ലാവരുടെയും സന്തോഷത്തിൽ ഞാനും പങ്കാളിയാകുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. നാഷണൽ സർവീസ് സ്കീം അഥവാ ദേശീയ സേവന പദ്ധതി ഒരു വിദ്യാർത്ഥി അധിഷ്ഠിത പദ്ധതിയാണ്. നമ്മുടെ കുട്ടികൾ ഹയർ സെക്കൻഡറി തലം മുതൽ കോളേജുകൾ, വിവിധ യൂണിവേഴ്സിറ്റികളിലും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ NSS യൂണിറ്റിൻ്റെ ഭാഗമാകാറുണ്ട്.
ഇന്ത്യയിലുടനീളം ലക്ഷക്കണക്കിന് വോളണ്ടിയേഴ്സ് ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സിൻ്റെ കീഴിൽ വരുന്നതാണ് നാഷണൽ സർവീസ് സ്കീം. മനുഷ്യനൊരു സമൂഹ ജീവിയാണ് എന്ന അടിസ്ഥാന പ്രമാണത്തിൽ ഊന്നിയുള്ളതാണ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തന മണ്ഡലം. നമുക്കറിയാം, 16-17 വയസ്സുള്ള വളരെ ഊർജ്ജസ്വലരായ ആൾക്കാരാണ്, കുട്ടികളാണ് നമ്മുടെ NSSൻ്റെ വോളണ്ടിയേഴ്സായിട്ടുള്ളത്. അവരുടെ വോളണ്ടിയറിസം ഹയർ സെക്കൻഡറി തലം മുതൽ ആരംഭിക്കും. പക്ഷേ മരണം വരെയും അവർ വോളണ്ടിയേഴ്സായി നല്ല വ്യക്തികളായി തുടരും. NSSൻ്റെ ലക്ഷ്യവും മോട്ടോയുമൊക്കെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. നോട്ട് മീ ബട്ട് യു എന്ന് പറഞ്ഞാൽ യുവർ നീഡ്സ് ആർ ഗ്രേറ്റർ ദാൻ മൈൻ. നമ്മളോടൊപ്പമുള്ള സഹജീവികളെ സഹായിക്കുവാനും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും ഒക്കെ നമ്മളുടെ വിദ്യാർത്ഥികൾ പ്രാപ്തരാകുന്നു. കുട്ടികൾ മാത്രമല്ല സമൂഹത്തെ അറിയുകയും സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ തന്നെ സമൂഹവുമായി ബന്ധിപ്പിക്കുന്ന ഒന്നാണ് നാഷണൽ സർവീസ് സ്കീം. ശരിക്കും നാഷണൽ സർവീസ് സ്കീമിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവർ നല്ല വ്യക്തിത്വങ്ങളായി മാറും എന്നതിൽ സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഗാന്ധിയൻ ആദർശത്തിലൂന്നിയുള്ള നാഷണൽ സർവീസ് സ്കീം നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ നടപ്പാക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. മാവേലിക്കര ഗവൺമെൻറ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റ് അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ വളരെ ഊർജ്ജസ്വലമായി നല്ല വോളണ്ടിയേഴ്സുമായി മുന്നോട്ട് പോകാൻ പറ്റും. അതിന് പറ്റുന്ന ഒരു ടീം അധ്യാപകരും മുരളി സാറിൻ്റെ നേതൃത്വത്തിൽ അവിടെയുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മാവേലിക്കര ബോയ്സ് ഹൈസ്കൂളിൽ VHSC സെക്ഷനിൽ NSSൻ്റെ യൂണിറ്റ് അനുവദിച്ച് നൽകിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ആ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ഈ യൂണിറ്റ് ഒരു നന്മയ്ക്കായി തീരുമെന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ യൂണിറ്റിൻ്റെ കോർഡിനേറ്റർമാരെയും വിശേഷ കുഞ്ഞുങ്ങളെയും നല്ല തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സർവശക്തന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സാഹോദര്യ ബന്ധം എന്തെന്നറിയാത്ത, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നറിയാതെ കുഞ്ഞുങ്ങൾ മോശമായ ചിന്താഗതികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ NSS പോലെയുള്ള സംഘടനകൾ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്തുവാൻ കഴിയട്ടെ എന്നാശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും എൻ്റെ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.